കേരളത്തിൽ നിന്ന് അയോധ്യ രാമക്ഷേത്ര ദർശനത്തിനായുള്ള ആദ്യ ട്രെയിൻ പുറപ്പെട്ടു. രാവിലെ 10-ന് തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നാണ് സർവീസ് ആരംഭിച്ചത്. മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി ഒ രാജഗോപാലാണ് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തത്. 20 കോച്ചുകളുള്ള ആസ്ട്ര ട്രെയിനിൽ 972 യാത്രക്കാരാണുള്ളത്. പ്രധാനമന്ത്രി ഇത്രയും ദൂരത്തുള്ള മലയാളികൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തതിന് ഞാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും അതുപോലെ ആദരണീയനായിട്ടുള്ള റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിനെയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശ്രീരാമ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നന്ദി പറയുകയാണ്. വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അയോധ്യയിൽ പോയി വരിക എന്നുള്ളത് ഇപ്പോൾ വിമാനത്തിലും മറ്റും പോയി അവിടെ താമസിച്ച് വരിക ഭക്തന്മാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വളരെയധികം നന്ദി ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് തീർത്ഥാടകർക്ക് പ്രധാനമന്ത്രി. അയോധ്യ യാത്ര BJPയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ചാർജായ 3300 രൂപ യാത്രക്കാർ തന്നെ നൽകണം. എന്നാൽ ഭക്ഷണം, താമസം, ദർശനം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരുക്കും. 12-ന് പുലർച്ചെ 2 മണിക്ക് ട്രെയിൻ അയോധ്യ സ്റ്റേഷനിലെത്തും. 13-ന് പുലർച്ചെ 12:20-ന് അയോധ്യയിൽ നിന്നും തിരിച്ച് 15-ന് രാത്രി 10:45-ന് കൊച്ചുവേളിയിൽ തിരികെ എത്തും. മാർച്ച് 25 വരെ ദിവസവും 1 ലക്ഷം പേരെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്തിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അയോധ്യ സ്പെഷ്യൽ ട്രെയിനിന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലും BJP പ്രവർത്തകരും പങ്കെടുത്തു. കേരളത്തിൽ നിന്നും 24 സ്പെഷ്യൽ ട്രെയിനുകളാണ് വിവിധ ദിവസങ്ങളിലായി യാത്ര പുറപ്പെടുന്നത്.